ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള സന്ദേശം എത്തുക, പോലീസും ഡോസ്കോഡും എത്തി 4 പാടും മരിച്ചു പെറുക്കുക, ഒടുവിൽ ഒന്നും കിട്ടാതെ വ്യാജ ഭീഷണി സന്ദേശം എന്ന് സ്ഥിരീകരിക്കുക. ഡൽഹിയിൽ എന്ന പോലെ ഇവിടെ കേരളത്തിലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നതാ പത്തനംതിട്ട, കൊല്ലം കളക്ടറേറ്റിൽ നിന്നും അത്തരം ഒരു ബോംബ് ഭീഷണിയുടെ വാർത്ത വന്നു. നടൻ വിജയുടെ ചെന്നൈയിലെ വസതിയിൽ വരെ എത്തിയ ഈ ഭീഷണി സന്ദേശങ്ങൾക്കെല്ലാം പിന്നിൽ ആരായിരിക്കാം? കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ അടുത്തടുത്ത 2 ജില്ലകൾ കൊല്ലവും പത്തനംതിട്ടയും, ഈ 2 ജില്ലകളിലെയും കളക്ടറേറ്റുകളിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ബോംബ് സ്ഫോടനം ഉണ്ടാകും, പൂർണ്ണമായും പൊട്ടിത്തെറിക്കും. ഈ ഒരു ഇമെയിലാണ് കൊല്ലം കളക്ടറേറ്റിലേക്കും അതുപോലെ തന്നെ പത്തനംതിട്ട കളക്ടറേറ്റിലേക്കും എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന ഈ കളക്ടറേറ്റുകൾ എല്ലാം തന്നെ ഉണ്ടായി. അവിടുത്തെ ജീവനക്കാരെയൊക്കെ തന്നെ പൂർണ്ണമായും പുറത്തിറക്കിക്കൊണ്ട് ആ പ്രദേശങ്ങളിലാകെ തന്നെ പരിശോധന നടത്തി. പത്തനംതിട്ടയിലാണ് ആദ്യം ആ പരിശോധന ആരംഭിച്ചത്. പത്തനംതിട്ടയിലേക്ക് വന്ന ഇമെയിൽ സന്ദേശത്തിൽ നടൻ വിജയുടെ പാർട്ടിയുടെ ചെന്നൈയിലെ ഓഫീസ് ബോംബ് വെച്ച് തകർക്കും എന്നടക്കമുള്ള ഭീഷണി ഉണ്ടായിരുന്നു. 11:30 കൂടിയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മെയിൽ ID-യിലേക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരികയായിരുന്നു. 3 മണിയോടുകൂടി ഒരു ബോംബ് സ്ഫോടനത്തിനുള്ള ഒരു ഹിൻ്റാണ് അതിലുള്ളത്. ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ ID-യിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളത് പോലീസിൽ ബന്ധപ്പെട്ട പോലീസിൻ്റെ നിർദ്ദേശത്തോടുകൂടി ജീവനക്കാരെ ഒഴിപ്പിച്ച്, ഇതിന് മുമ്പ് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അന്ന് വ്യാജമായിരുന്നു ആ ഒരു. കൊല്ലത്തേക്ക് വന്ന മെയിലിലും സമാനമായ രീതിയിലുള്ള ഒരു ഭീഷണിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ പരിശോധനകൾ നടത്തിയത്. നേരത്തെയും കൊല്ലം കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ഒരു ഇമെയിൽ സന്ദേശം നേരത്തെ ലഭിച്ചിരുന്നു. കളക്ടറുടെ മെയിലിലേക്ക് തന്നെയാണ് ആ സന്ദേശം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് കാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. അന്ന് ഏത് മെയിൽ ID-യിൽ നിന്നാണോ മെയിൽ അയച്ചത് ആ മെയിൽ ID-യിൽ നിന്ന് തന്നെയാണ് ഇന്ന് വീണ്ടും 2 കളക്ടറേറ്റുകളിലേക്കും ഒരു സന്ദേശം എത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് ആ ഒരു സന്ദേശം വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേരത്തെ കൊല്ലം കളക്ടറേറ്റിൻ്റെ ഒരു കാര്യം പറയാം. കൊല്ലം കളക്ടറേറ്റിൽ നേരത്തെ ബോംബ് സ്ഫോടനം ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന കൊല്ലത്തും സമാനമായ രീതിയിൽ പത്തനംതിട്ടയിലും നടത്തുകയുണ്ടായി. എന്നാൽ ഈ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല.